ഹലോ ഫ്രണ്ട്സ്, AG+1 പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ യൂണിറ്റ് 3 തേർഡ് ചാപ്റ്ററായ മുർഗി ഉർഫ് ബുലാക്കി. ഉർഫ് മീനിങ് ഓമനപ്പേര്, വിളിക്കുന്ന പേര് എന്നൊക്കെ അർത്ഥം. അപ്പോൾ ബുലാക്കി എന്ന് വിളിക്കുന്ന മുർഗി. ഇവിടെ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു പാരഗ്രാഫ് മുകളിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. സ്ത്രീക്ക് ചെഹരേമേ കോൻസാ ഭാവ് ഷൽത്താ ഹെ. സ്ത്രീയുടെ മുഖത്ത് എന്ത് ഭാവമാണ് പ്രതിഫലിക്കുന്നത്? അമാരെ സമാജിക്ക് ബഹുത് സാരി സ്ത്രീയാം. നമ്മുടെ സമൂഹത്തിലെ പല സ്ത്രീകളും ജിന്ദഗിക്ക് വിഭിന്ന മോഡോം പർ, ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ നിരാലംബ ജീവൻ ജീനേക്ക് ലിയെ വിവശ ബൻ ജാതി ഹെ. അതായത് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ജീവിതം നയിക്കാൻ നിർബന്ധിതരാകുന്നു. ഐസെ ഏക് നാരിക്ക് കഹാനി പഠെ. അത്തരം ഒരു സ്ത്രീയുടെ കഥ വായിക്കൂ. ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാരഗ്രാഫ് നമുക്ക് വായിക്കാം. മുർഗി ക ബ്യാഹ് കബ് ഹുവാ ഥാ. ബ്യാഹ് മീനിങ് വിവാഹം. മുർഗിയുടെ വിവാഹം, കല്യാണം എന്നാണ് കഴിഞ്ഞതെന്ന്. മേംനെ തോ കബി ഉസ്കെ പതി കോ ദേഖാ നഹി. ഞാൻ അവളുടെ ഭർത്താവിനെ കണ്ടിട്ടേയില്ല. ലേറ്റ ഉവ കുമാർ ചൗക്ക് കർ ബൈഠ് ഗയ ഓർ കഹനെ ലഗ. ലേറ്റ ഉവ മീനിങ് കിടക്കുകയായിരുന്ന കുമാർ, ചൗക്ക് കർ, ചൗക്കന എന്ന് പറഞ്ഞാൽ ഞെട്ടി എഴുന്നേറ്റ്, ബൈഠ് ഗയ ഓർ കഹനെ ലഗ, ഞെട്ടി എഴുന്നേറ്റ് ഇരുന്നിട്ട് പറഞ്ഞു തുടങ്ങി. മേം തോ ജബ് സെ പൈദാ ഹുവാ ഹും മുർഗി കോ യഹി ദേഖാ ഹെ. മേം തോ ജബ് സെ പൈദാ ഹുവാ ഹും. ഞാനുണ്ടായപ്പോൾ മുതൽ മുർഗി കോ യഹി ദേഖാ ഹെ. മുർഗിയെ ഇവിടെ കാണുന്നുണ്ട്. അപ്പനെ ഘർ, നമ്മുടെ വീട്ടിൽ, ഇസി പിച്ചലി കോട്ടറി മേ, ഈ പുറകിലത്തെ ചെറിയ മുറിയിൽ. കോട്ടറി മീനിങ് സ്മോൾ റൂം, ചെറിയ മുറി. ഉസ് അഭാഗ്യ കാ ഭി ബ്യാഹ് ഹുവാ ഥാ. ആ ഭാഗ്യം കെട്ടവളുടെയും കല്യാണം കഴിഞ്ഞതായിരുന്നു അമ്മ പറയാണ്. തൂ ചോട്ടാ സാ ഥാ. നീ അപ്പോൾ കുഞ്ഞായിരുന്നു. 4 വർഷിക, 4 വയസ്സ് മാത്രം. ഔർ വഖ് സസുരാൽ ഗയി ഥി. അവൾ ഭർത്താവിൻ്റെ വീട്ടിൽ പോയോ? സസുരാൽ കഹാൻ ഥാ. ഭർത്താവിൻ്റെ വീട് എവിടെ? നാ കോയി ജന്മനെ വാല ഓർ നാ കോയി സഹജനെ വാല. ജനിപ്പിച്ചവനുമില്ല സംരക്ഷിച്ചവനുമില്ലെന്ന്. അപ്പോൾ കുട്ടി പറയാണ്, മാ മുझे സാരി ബാത്ത് സുന. അമ്മേ, എല്ലാ കാര്യവും എന്നോട് പറ. നെക്സ്റ്റ് പാര. ഇസ്കാ ബാപ്പ് ഹമാരെ ഘർ കാ ബഹുത് പുരാന നൗകർ ഥാ. ഇവരുടെ അച്ഛൻ നമ്മുടെ വീട്ടിലെ പഴയ വേലക്കാരനായിരുന്നു. തൂ ജബ് പൈദാ ഹുവ. നീ ജനിച്ചപ്പോൾ. ഉസ്നെ മേരെ ആകെ വിൻതി കി എന്ന് പറഞ്ഞാൽ അയാൾ എന്നോട് അപേക്ഷിച്ചു. കി ഗാവ് മേ ഉസ്കി സ്ത്രീ മർ ഗയി ഹെ. അങ്ങ് ഗ്രാമത്തിൽ എൻ്റെ ഭാര്യ മരിച്ചു പോയിന്ന്. ഔർ ഉസ്കി ലഡ്കി വഹി ചാച്ചാക്കെ പാസ് അക്കേലെ രഹത്തി ഹെ. മകളിപ്പോൾ ചിറ്റപ്പൻ്റെ കൂടെ ഒറ്റയ്ക്ക് കഴിയുകയാണെന്ന്. അഗർ മേം മാൻ ജാഹു തോ, ഞാൻ സമ്മതിക്കുകയാണെങ്കിൽ, വഹ് അപ്പനി ലഡ്കി കോ യഹാം ലേ ആയേ. അവൻ തൻ്റെ കുട്ടിയെ ഇവിടേക്ക് കൊണ്ടുവരും. വഹ് തുച്ചെ ഗിലായ കരേങ്കി ഓർ റോട്ടി ഗാലിയ കരേങ്കി. അവൾ നിന്നെ ആഹാരം കഴിപ്പിക്കുമെന്ന്, ഭക്ഷണത്തിന് വല്ലതും കൊടുത്താൽ മതി. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ. മേംനെ ശുക്ർ കിയാക്കി മുझे ഹാത്ത് കാ സഹാര മിൽ ജായേങ്ക. ഹാത്ത് കാ സഹാര കൈത്താങ്, എനിക്ക് കൈത്താങ്ങാകുമെന്ന് ഞാൻ കരുതി. വഹ് ലഡ്കി കോ ഗാവ് സെ ലേ ആയ. അയാൾ കുട്ടിയെ ഗ്രാമത്തിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നു. മുഷ്കൽ സെ 12 വർഷയ്ക്ക് ഓഗി തബ്. കഷ്ടിച്ച് 12 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബഡി മാസൂം സി മാതൃഹീൻ. മാസൂം മീനിങ് നിഷ്കളങ്കമായ, വെറും പാവം, തള്ളയില്ലാത്ത കുട്ടി. മുझे ബഡി ബലി ലഗി. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ജബ് ആയി മീനിങ് വന്നപ്പോൾ. ഇസ്നെ കാലി സൽവാർ പഹൻ രഹി ഥി. ശരീർ പർ ഹരേ രംഗ് കാ കുർത്താ ഥാ. ഇസ്നെ കാലി സൽവാർ പഹൻ രഹി ഥി എന്ന് പറഞ്ഞാൽ അവൾ ഒരു കറുത്ത സൽവാറും ശരീർ പർ ഹരേ രംഗ് കാ കുർത്താ ഥാ, പച്ച നിറത്തിലുള്ള കുർത്തയും ധരിച്ചിരുന്നു. ബദൻ സെ ദുർബൽ സെ എന്ന് പറഞ്ഞാൽ തീരെ മെലിഞ്ഞതെങ്കിലും, പർ രംഗ് ബഹുത് സഫേദ് എന്നാൽ നല്ല വെളുത്ത കുട്ടിയായിരുന്നു. നയൻ നക്ഷാബി സുന്ദർ എന്ന് പറഞ്ഞാൽ മനോഹരമായ കണ്ണുകളും മൊത്തത്തിലൊരു സുന്ദരിയായിട്ടുള്ളൊരു കുട്ടിയായിരുന്നു എന്നാണ് പറയുന്നത്. കാനോമേ ചാന്ദിക്ക് മുർക്കിയ, ബ്രാക്കറ്റിൽ ചല്ലെ എന്ന് എഴുതിയിട്ടുണ്ട്. ചല്ലെ പഹനേദി ഓർ നാക്കുമേ സോനേക്ക ചോട്ടാസ ബുലാക്ക്. കാനോമേ എന്ന് പറഞ്ഞാൽ കാതിൽ, ചാന്തി മീനിങ് വെള്ളി. കാനോമേ ചാന്ദിക്ക് മുർക്കിയ, ബ്രാക്കറ്റിൽ ചല്ലെ എന്നുണ്ടല്ലോ. ചല്ലെ എന്ന് പറഞ്ഞാൽ കർണാഭരണം. പഹന്ന മീനിങ് ധരിക്കുക. നാക്ക് എന്ന് പറഞ്ഞാൽ നോസ്. ബുലാക്ക് മൂക്കുകുത്തി. കാനോമേ ചാന്ദിക്ക് മുർക്കിയ പെഹനേദി എന്ന് പറഞ്ഞാൽ കാതിൽ ചെറിയ ഒരു വെള്ളിക്കമ്മലും, ഓർ നാക്ക് മേ സോനേക്ക ചോട്ടാസ ബുലാക്ക്, മൂക്കിൽ ചെറിയ സ്വർണ്ണ മൂക്കുത്തിയും. ഫിർ
പിന്നെ കുമാറിനെ ഉത്സുകതാസെ പൂച്ച. കുമാർജി ജിജ്ഞാസയോടെ ചോദിച്ചു. തുച്ചേ തോ വഹ അപ്പനെ ആത്തോ സെ നഹി ഗിലാത്തി ദി, അപ്പനി ജാൻ സെ ഗിലാത്തി ദി. ഇവിടുത്തെ മീനിങ് അവൾ നിന്നെ തൻ്റെ കൈകൊണ്ടായിരുന്നില്ല തീറ്റിയത്, പിന്നെയോ തൻ്റെ ജീവൻ കൊണ്ടായിരുന്നു. തു ഉസ്കാ പീച്ച നഹി ചോട്താത എന്ന് പറഞ്ഞാൽ നീ അവളുടെ പുറകിൽ നിന്ന് മാറുമായിരുന്നില്ലെന്ന്. കബി തു ഉസ്കി മുർക്കിയോ കോ മുട്ടി ഭർ ലേതാത ഓർ കബി ഉച്ചൽ ഉച്ചൽക്കർ ഉസ്കെ ബുലാക്ക് കോ പക്കർത്താത. മുട്ടി ഭർ ലേന മീനിങ് കൈക്കലാക്കുക, ഉജൽന മീനിങ് ടു ജമ്പ് ചാടുക. കബി തു ഉസ്കി മുർക്കിയോ കോ മുട്ടി ഭർ ലേതാത മീനിങ് ചിലപ്പോൾ നീ അവളുടെ കമ്മൽ കൈക്കലാക്കുമെന്നാണ് പറയുന്നത്. അവർ കബി ഉച്ചൽ ഉച്ചൽക്കർ ഉസ്കെ ബുലാക്ക് കോ പക്കർത്താത മീനിങ് ചിലപ്പോൾ ചാടി അവളുടെ മൂക്കുത്തിക്ക് പിടിക്കുമെന്ന്. മേം പ്യാർ സെ കബി ഉസ്കോ മുർഗി ബുലാത്തി ദി, കബി ബുലാക്കി. ഞാൻ സ്നേഹത്തോടെ അവളെ ചിലപ്പോൾ മുർഗി എന്നും ബുലാക്കി എന്നും വിളിക്കുമെന്നാണ് ഇവിടെ പറയുന്നത്. മാ യഹ് മുർഗി ഓർ ബുലാക്കി നാം തൂനെ രഖേത്. അമ്മേ, ഈ മുർഗി എന്നും ബുലാക്കി എന്നുള്ള പേര് അമ്മ ഇട്ടതാണോ? ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ട് അടുത്ത വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ ബൈ.